പയ്യന്നൂരിൽ സിപിഐഎം പ്രവർത്തകൻ ധനരാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആർഎസ്എസ് പ്രവർത്തകരുടെ പേര് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള തിരുവനന്തപുരം സ്വദേശിയും ആർഎസ്എസ് പ്രചാരകനുമായ കണ്ണനടക്കം പ്രതിപട്ടികയിൽ ഉണ്ട്. ജൂലൈ 11 രാത്രി 10:15 പയ്യന്നൂർ കുന്നരുവിൽ സിപിഐഎം പ്രവർത്തകൻ ധനരാജിനെ ആർഎസ്എസ് സംഘം വെട്ടിക്കൊന്നത്. ഇതുവരെ 9 പ്രതികളാണ് കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അന്വേഷണം പുരോഗമിക്കവേ ആർഎസ്എസ് പ്രചാരകനും തിരുവനന്തപുരം സ്വദേശിയുമായ കണ്ണനടക്കമുള്ള 4 പേർക്ക് കൂടി ഗൂഢാലോചനയിൽ ഉള്ള പങ്ക് തെളിയുകയാണ്. ആർഎസ്എസ് പ്രചാരക് കണ്ണനു പുറമെ ആർഎസ്എസ് ജില്ലാ കാര്യവാഹക് കാരയിൽ രാജേഷിന്റെ അനുജൻ രമേശൻ, ചെറുവത്തൂരിലെ തമ്പാൻ, ആലക്കാട് സ്വദേശി ബിജു എന്നിവരെ കൂടി IPC 120B പ്രകാരം ഗൂഢാലോചന വകുപ്പ് ചേർത്ത് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. ധനരാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗൂഢാലോചനക്കാരെ പോലീസ് കണ്ടെത്തി അവരുടെ പേര് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. RSS കലാപങ്ങളും കൊലകളും ആസൂത്രണം ചെയ്യുന്നതിന് തിരശീലയ്ക്ക് പിന്നിലിരുന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ കൊല ആസൂത്രണം ചെയ്ത ഒരു നേതാവിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ വന്നിട്ടുള്ളത്. കേരളത്തിൽ പലയിടത്തും ഇതേപോലെയാണ് RSSകാർ കൊലകൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ RSSകാർ നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള കൊലപാതകത്തിലെ ഗൂഢാലോചന സംബന്ധിച്ച് കേരളത്തിലെ പോലീസ് സമഗ്രമായിട്ട് അന്വേഷിക്കണം. മനൂപ്, നിഖിൽ, നിജേഷ്, ബിജു, വിപിൻ, സുകേഷ്, പ്രജിത് ലാൽ, അനൂപ് തുടങ്ങിയ RSS പ്രവർത്തകരാണ് കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് RSS പ്രവർത്തകർ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.